ഹായ് എവരിവൺ. നമ്മളെല്ലാവരും വീടുകളിൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും, ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ വീടുകളിലെ ട്യൂബിനൊക്കെ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ചില ആളുകളൊക്കെ കടയിൽ പോയിട്ട് ഡയറക്റ്റ് മാറ്റും, അതല്ലെങ്കിൽ വീട് തന്നെ ഇത് മാറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ കുറച്ച് നിബന്ധനകളുണ്ട്, അത് ചില ആളുകൾക്ക് അറിയില്ല. അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ട്യൂബിൻ്റെ കവറിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പൊതുവെ ആളുകളെ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഒരുപാട് സ്ഥലത്ത് പോകുമ്പോൾ അത് കാണുന്നതും അതായത് കസ്റ്റമർ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ നോസിൽ എന്ന് പറയാം, അതായത് ട്യൂബ് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തിനാണ് നോസിൽ എന്ന് പറയാം. ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഫുള്ളായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ സിലിണ്ടർ യൂസ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ 2 സിലിണ്ടറൊക്കെ പെരക്കാരുണ്ടാവും. അപ്പോൾ ഒന്ന് യൂസ് ചെയ്യണ്ടാവും, ഒന്ന് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ആ ഫ്രീ ആയിട്ട് കിടക്കുന്നതിൻ്റെ മുകളിൽ ഒരു സേഫ്റ്റി കപ്പ് ഉണ്ടാവും. നമ്മളത് എടുത്ത് വെച്ചിട്ടാണ് സാധാരണ റെഗുലേറ്റർ ഘടിപ്പിക്കാം. ആ സേഫ്റ്റി കപ്പ് എപ്പോഴും അതിൻ്റെ മുകളിൽ വെക്കുക, ഫ്രീ ആയിട്ട് ഇരിക്കുന്ന കുറ്റിൻ്റെ മുകളിൽ. ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോസ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നോസിലിൻ്റെ ഭാഗത്ത്, അതായത് അടുപ്പിൻ്റെ ഭാഗത്തായാലും അല്ലെങ്കിൽ റെഗുലേറ്ററിൻ്റെ ഭാഗത്തായാലും ഈ സോപ്പ് വെള്ളം അതുപോലെ ഈ വെളിച്ചെണ്ണ പോലത്തെ ലൂബ്രിക്കൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അതുപോലെ നമ്മൾ വീട് വിട്ടാണ്ട് എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് റെഗുലേറ്ററിൻ്റെ ഭാഗത്തുള്ള നോബ് ക്ലോസ് ചെയ്ത് വെക്കുക. പറയാൻ കാരണം വെച്ചാൽ ഈ എലികളൊക്കെ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ലീക്ക് വരും. ഈ ഓണാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 2 ദിവസത്തിനോ 3 ദിവസത്തിനൊക്കെ പോകുന്ന ടൂറോ അല്ലെ എന്തോ ആയിക്കോട്ടെ, ഈ സമയത്ത് ഇതിന് എന്താവും, എലി അടിച്ചിട്ട് ലീക്ക് വരികയാണെങ്കിൽ അത്രയും ഗ്യാസ് സ്പ്രെഡാവും, ഗ്യാസ് പോവും. എവിടുന്നേലും വല്ല സ്പാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആകെ കത്തിപ്പറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്യൂബ് മിനിമം 2 വർഷം കഴിയുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ലീക്ക് എവിടെയെങ്കിലും വരുന്നുണ്ടോ, അതിൻ്റെ കമ്പിയൊക്കെ പുറത്തേക്ക് വന്നിക്കണമെന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ട്യൂബ് ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുക്കണം. അതിന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചാണ്. നമ്മൾ ഈ വർക്കിന് പോകുന്ന പേരിൽ പറയുന്നേക്കാം, ഞങ്ങൾ ഇത് സ്റ്റൗ എടുത്ത അന്ന് മുതലാണ് 10 വർഷമായി 15 വർഷമായി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ട്യൂബ് മിനിമം ഒരു 2 വർഷമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, ഇത് മാറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ വീട്ടിലെ ലൈറ്ററുകൾ, അതായത് നമ്മൾ അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്റർ കേടുന്നുണ്ടെങ്കിൽ അത് മാറ്റുക. കാരണം ഇപ്പോൾ ചില വീടുകളിൽ കാണുന്ന ലൈറ്റർ ഒരു 5-6 അടിയിൽ 10 അടി അടിച്ചാൽ കത്തുന്ന ലൈറ്റർ ഉണ്ടാവും. അതായത് ഇവരെന്ത് ചെയ്യുക വെച്ചാൽ നോബ് തുറന്ന് വെക്കും, ഗ്യാസ് വരെ ഉണ്ടാവും, ഇവരങ്ങനെ അടിച്ചുകൊണ്ട് പോകും കത്തുന്ന വരെ. ഗ്യാസ് ഒരുപാട് സ്പ്രെഡാവുണ്ടാവും. ചിലപ്പോൾ ഈ കോക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റിന് കേടൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് ഓവറായിട്ട് വരും. ഇങ്ങനെയുള്ള സമയത്ത് ഉണ്ടാവും ഇത് ആദ്യം കത്തൂല, പിന്നെ സ്പാർക്കാണ് സമയത്ത് ചിലപ്പോൾ ഒന്നിങ്ങനെ ആളി കത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കത്തുമ്പോൾ മേത്ത് കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നല്ല ലൈറ്ററൊക്കെ വീടുകളിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്ന പുതിയ സിലിണ്ടറിൻ്റെ കുറ്റികൾ, അതായത് നമ്മൾ പഴയത് മാറ്റി പുതിയത് വെക്കുന്ന സമയത്ത് ഇതിന്മേലുള്ള വാഷറിന് പൊട്ടുണ്ടാവും. സിലിണ്ടറിൻ്റെ ഉള്ളിലത്തെ ചെറിയ വാഷറിൻ്റെ പൊട്ടുണ്ടെങ്കിൽ നമ്മൾ റെഗുലേറ്റർ ഫിക്സ് ചെയ്തിട്ട് നമ്മളിത് നോബ് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ ഗ്യാസ് പുറത്തേക്ക് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സിലിണ്ടർ യൂസ് ചെയ്യാതിരിക്കുക. അതിലുള്ള വാഷർ മാറ്റിയിട്ട് മാത്രം എന്ത് ചെയ്യുക, സിലിണ്ടർ യൂസ് ചെയ്യുക. ഗ്യാസ് ഓവറായിട്ടൊക്കെ പോകുന്ന ചില ആളുകൾ യൂസ് ചെയ്യണേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കത്തി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നല്ല പേടി ഉണ്ടാവും. കാരണം സിലിണ്ടറിൻ്റെ ഭാഗത്ത് കത്തെന്ന് പറഞ്ഞതിന് ആളുകൾക്ക് ഒരുപാട് പേടിയുള്ള കാര്യമാണ്. ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കത്തിച്ചാണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ ഇപ്പോൾ ഒരുപാട് വീട്ടിൽ പോയപ്പോൾ ഒരു കംപ്ലയിൻറ്റ് പറയേണ്ടത്, അതായത് പുതിയ സിലിണ്ടർ വരുന്ന സമയത്ത് സിലിണ്ടറിൽ നിന്ന് തന്നെ ഗ്യാസ് ലീക്കായി വരുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ചെറുതായിട്ട് സ്മെല്ലുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ സോപ്പിൻ്റെ പൊതി എന്തെങ്കിലും തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ സിലിണ്ടർ മൊത്തം ലീക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുതിയ സിലിണ്ടറിന് വരുന്ന സമയത്ത് അതിൻ്റെ നെക്കിൻ്റെ ഉള്ളിൽ ചെറിയ പിന്നുണ്ട്, പിന്നതാകുമ്പോഴാണ് ഗ്യാസ് വരുന്ന മേലേക്ക്. ഈ പിന്നിന് ചെറിയ വളവോ ചെരിവോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എന്താവും, ഗ്യാസ് ഇങ്ങനെ ലീക്കായി വരലുണ്ട്. അത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സോപ്പിൻ്റെ പാദം എന്തെങ്കിലും തേച്ച് കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആൾക്കാരെ വിളിച്ച് പറയുക, എന്നിട്ട് സിലിണ്ടർ മാറ്റാൻ ശ്രമിക്കുക പറയാം. അപ്പോൾ ഇനി എന്താ വെച്ചാൽ, സിലിണ്ടറിൻ്റെ ഇതിങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ഒന്ന് ശരിയാക്കാനൊക്കെ കഴിയും. അതായത് ഇപ്പോൾ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് മെല്ലൊന്ന് കുത്തി കൊടുക്കുക. അതായത് ഓവറായിട്ട് പ്രഷർ ചെയ്ത് കുത്തരുത്, മെല്ലൊന്ന് അതിനൊന്ന് പ്രസ് ചെയ്ത്, അതിൻ്റെ ഉള്ളിൽ ചെറിയ നെറ്റ് കാണും, ആ നെറ്റിൽ മെല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലെവലായി നിന്നിട്ട് ഗ്യാസ് ലീക്കായി വരൽ നിൽക്കലുണ്ട്. അങ്ങനെ നിൽക്കണില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട്. അപ്പോൾ ഈ ഗ്യാസ് അടുപ്പിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞുതരും.